വെൽക്കം ബാക്ക് ടു ഡിവൈൻ PSC. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും, അതായത് LGS എഴുതുന്ന എല്ലാ സ്റ്റുഡൻസിനും കോമൺ ആയിട്ടുള്ള ഒരു സംശയമാണ് LGSൻ്റെ സാലറി എത്രയാണെന്നുള്ളത്. അപ്പം കമ്പനി ബോർഡ് LGSനെ സംബന്ധിച്ചിടത്തോളം കമ്പനി ബോർഡ് LGS ഉണ്ട്, പിന്നെ വേരിയസ് LGS ഉണ്ട്. രണ്ടിനും ശമ്പളം ഒന്ന് തന്നെയാണ്. അപ്പം അതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ അതിൽ എനിക്ക് പറയാനുള്ളത് നിയമനത്തിനെ കുറിച്ചിട്ടാണ്. നിയമനം ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് 12/1/2024 ഇതിൽ തന്നെ ലാസ്റ്റ് 2426 നിയമനങ്ങളാണ് നടന്നിട്ടുള്ളത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 7th പാസ്സാണ്. പിന്നെ ഈ കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത് ഡിഗ്രിക്കാർക്കും കൂടി എഴുതാൻ കേട്ടോ. പക്ഷേ നോർമൽ വേരിയസ് LGS ആണെങ്കിൽ ഡിഗ്രിക്കാർക്ക് എഴുതാൻ പറ്റത്തില്ല. 7th ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. 7th പിന്നെ 10th അത് ഇവർ രണ്ടുപേർക്ക് മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. പക്ഷേ കമ്പനി ബോർഡ് LGS അങ്ങനെയല്ല കേട്ടോ. പിന്നെ അഡ്വൈസ് കൂടുതലും പോകുന്നത് കമ്പനി ബോർഡ് LGSന് തന്നെയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഇതിനകത്ത് നിയമനങ്ങൾ കൂടുതലാണ്. ഇപ്പം തന്നെ 2426 നിയമനങ്ങൾ പോയിട്ടുണ്ട്. ഇതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 2027 വരെ ഉണ്ട്. അപ്പം 2027 ജനുവരി വരെ ഉണ്ട്. അപ്പം അത് ആ കണക്കെടുത്ത് നമുക്ക് നോക്കുമ്പം ഇനിയും 3000+ വേക്കൻസീസ് ഇനി അവർ വിളിക്കാനുള്ളതേ ഉള്ളൂ. പിന്നെ കമ്പനി ബോർഡ് LGS എന്ന് പറയുമ്പം കൂടുതലും ഏത് മേഖലയിലാണ് കൂടുതൽ ഇവർ വിളിക്കുന്നതെന്ന് വെച്ചാൽ KS ബെക്കോയിലാണ് കൂടുതലും അവർ വിളിക്കുക. അതിൽ തന്നെ 774 പേരെ ഇപ്പം വിളിച്ചിട്ടുണ്ട്. പിന്നെ KSFE, പിന്നെ കേരള വാട്ടർ അതോറിറ്റി, ഈ 3 മേഖലയിലാണ് അവർ കൂടുതലും ആൾക്കാരെ എടുക്കാറുള്ളത്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബേസിക് പേ ആണ്. ബേസിക് പേ എന്ന് പറയുമ്പം LGSന് 23,000 ഇൻ ഹാൻഡ് കിട്ടുന്നത്, അതായത് കയ്യിൽ കിട്ടുന്നത്. പക്ഷേ ഇതിൻ്റെ കൂടെ DA, HRA എല്ലാം കൂടെ കൂട്ടി നമുക്ക് ശമ്പളം കൂടും. പക്ഷേ അതെല്ലാം കയ്യിൽ കിട്ടത്തില്ല. അത് ഡിഡക്റ്റ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഇൻ ഹാൻഡ് 23,000 സംതിങ് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പം HRA എന്ന് പറയുന്നത് 10%, DA എന്ന് പറയുന്നത് 18%, HRA എന്ന് പറയുന്നത് 10%. അപ്പം എല്ലാം കൂടെ കൂട്ടി ടോട്ടൽ സാലറി എന്ന് പറയുന്നത് 27,370 ആയിരിക്കും കയ്യിൽ കിട്ടുന്നത്. പക്ഷേ നോർമൽ ഇത് ഇപ്പം ഞാൻ പറഞ്ഞത് കമ്പനി ബോർഡ് LGSനുള്ള ഒരു സാലറി സ്കെയിലാണ് കേട്ടോ. പക്ഷേ നോർമൽ LGSൻ്റെ ബേസിക് പേ എന്ന് പറയുന്നതും 23,000. പക്ഷേ ഇവിടെ HRAയും പിന്നെ DAയും വ്യത്യാസമുണ്ട് കേട്ടോ. മറ്റേതിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വ്യത്യാസമുണ്ട്. കാരണം ഇവിടെ കുറച്ച് ശമ്പളമൊക്കെ കൂടുതലാണ്, അതുകൊണ്ടാണ്. അപ്പം DA എന്ന് പറയുന്നത് 18%, HRA എന്ന് പറയുന്നത് 10%. പക്ഷേ ഇവിടെ കൂടുതലാണ്, അതിനേക്കാളും പൈസ എന്ന് പറയുന്നത് കൂടുതലാണ്. അപ്പം ഇവിടെ ടോട്ടൽ സാലറി എന്ന് പറയുന്നത് എല്ലാം കൂടി കൂട്ടി 32,000 സംതിങ് നമ്മുടെ കയ്യിൽ ശമ്പളം നമുക്ക് കിട്ടുന്നതാണ്. അതിൽ ഡിഡക്ഷനൊക്കെ പോയിട്ട് നമുക്ക് കയ്യിൽ കിട്ടുന്നത് 23,000. പക്ഷേ ഇവിടെ രണ്ടിലും കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് 23,000. പക്ഷേ കിട്ടുന്ന HRAയും DAയും കൂടുതലാണ്. ഓരോ വ്യത്യസ്തമാണ് രണ്ടിനെയും സംബന്ധിച്ചിടത്തോളം. പിന്നെ നാലാമത്തെ കാര്യം ഡിഡക്ഷൻ എന്ന് പറയുമ്പം GS 400, NPS 2,055, 645, പിന്നെ PF എന്ന് പറയുന്നത് 1,380, മെഡിസിപ്പ് 500. ഇങ്ങനെ ടോട്ടൽ ഡിഡക്ഷൻ എന്ന് പറയുന്നത് 5,325. ഇത് കുറച്ചിട്ട് ബാക്കിയുള്ളതാണ് നമ്മുടെ കയ്യിൽ കിട്ടുക. അപ്പം സാലറീനെ കുറിച്ചിട്ടുള്ള ഒരു ഡൗട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.